ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നമ്മുടെ വേദയുടെയും വിക്രമിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ വേദയെ കാണാനായിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വന്നു. വേദയുടെ ജീവിതം അവിടെ കുറച്ച് കഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലായി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഉള്ളവർ നമ്മുടെ വേദയെ പരിഗണിക്കുന്നില്ല. വേദ കിടക്കുന്നത് ഒരു ഹാളിലാണ്. അവിടെ നമ്മുടെ വേദയുടെ ബാഗൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാണ്ട് അങ്ങ് സങ്കടമായിപ്പോയി വേദയുടെ അമ്മയ്ക്ക്. അപ്പൊ വേദയുടെ അമ്മ പറയാണ്, മോൾ എന്തിനാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? മോൾക്ക് ഇവിടത്തെ സ്ഥാനം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. മോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മോള് എന്റെ കൂടെ വാ. മോള് അവിടെ എന്ത് സുഖ സൗകര്യങ്ങളോട് കൂടി കഴിഞ്ഞതാ. ഇവരാരും മോളെ പരിഗണിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയുന്നത്, ഇതാണ് ഇനി എന്റെ വീട്, എന്റെ ഭർത്താവിന്റെ വീടാണ് ഇനി എന്റെ വീട്. ഇവിടുത്തെ അച്ഛനും അമ്മയുമാണ് ഇനി എന്റെ അച്ഛനും അമ്മയും. ഇനി ഞാൻ ഇവിടെയാണ് ജീവിക്കാനുള്ളത്. അതിവിടുത്തെ സുഖം തേടിയൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇവിടെ സുഖിക്കാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ജീവിക്കാനാണ്. എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഏതായാലും അമ്മ ഇപ്പൊ പൊക്കോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അല്ല മോളെ, മോക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. അവിടെ ആരും മോളെ തടസ്സപ്പെടുത്തില്ല. അവിടെ എല്ലാവരും മോക്ക് വേണ്ടി കാത്തിരിക്കുക. മോളുടെ അവസാനത്തെ തീരുമാനമാണോ ഇതെന്ന് ചോദിച്ചപ്പോ എന്റെ അവസാനത്തെ തീരുമാനം തന്നെയാ ഇതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എങ്കിലും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, മോൾ ഇവിടെ നിൽക്കുക, നീ വിഷമിക്കാതെ എന്നിങ്ങനെ വേദയുടെ അമ്മയോട് മുത്തശ്ശി പറയാണ്. നീ വിഷമിക്കണ്ട, അവള് എടുത്ത തീരുമാനമാണ്. അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനാണ്. അപ്പൊ പിന്നെ അവളുടെ വീട് ഇനി ഇത് തന്നെ ആകണമല്ലോ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ. അപ്പൊ ഏതായാലും ഇവരൊക്കെ പറഞ്ഞിട്ടും ഒത്തിരി നിർബന്ധിച്ചിട്ടൊന്നും നമ്മുടെ വേദ വരുന്നില്ല. വേദ എന്ത് ചെയ്താ വരുന്നില്ല. അപ്പം വേദ വരാത്തത് കൊണ്ട് തന്നെ ഇവര് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ ഈ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ മനസ്സിലായി കേട്ടോ. നമ്മുടെ വേദയുടെ അമ്മയ്ക്കും അതുപോലെ മുത്തശ്ശിക്കും ഒക്കെ മനസ്സിലായി. അതിനിടയിൽ വേദയായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. വേദയുടെ അമ്മ അടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വിക്രമിന്റെ അച്ഛൻ കയറി തടയുകയും ഈ വീട്ടിലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ അടിച്ചും പിടിച്ചൊന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ കൊണ്ടുപോകാം, അല്ലാതെ ഇവിടെ അടിയും ബഹളമൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ അടിയും ബഹളവും നടക്കുന്ന സ്ഥലമൊന്നും അല്ല. പിന്നെ എൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇവള് അവന്റെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അവനൊരു ജോലി പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇവള് ജീവിക്കുന്നിടത്തോളം കാലം അവള് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങള് ഇവളെ ഇവിടുത്തെ മരുമകളായിട്ട് കാണില്ല. ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. കാരണം എനിക്കൊരു മകനുണ്ടെങ്കിൽ പോരെ ഞാൻ ഒരു മരുമകളായിട്ട് കാണേണ്ടത്. അവൻ എന്റെ മകനായിട്ട് ഞാൻ പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇവളെ എനിക്ക് മരുമകളായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വേദയുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായി. ഏതായാലും വേദയുടെ അമ്മ അവിടെ നിന്ന് പോവുകട്ടോ ചെയ്യുന്നത്. ഏതായാലും വേദയുടെ അമ്മ അവിടെ നിന്ന് പോയി, വേദയുടെ മുത്തശ്ശി അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കും ഒരേടത്തി ഉണ്ടല്ലോ, നമ്മുടെ വിക്രത്തിന്റെ ഏടത്തി പറയുന്നുണ്ട്, മോൾ എന്തിനാ മോളെ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്? മോക്ക് എന്ത് സുഖമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്? മോളുടെ ഭർത്താവാന്നും പറഞ്ഞ് മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളുണ്ട്, അയാളിൽ നിന്നും മോക്ക് എന്താ കിട്ടുന്നത്? മോക്ക് ഇവിടെ നിന്ന് പൊക്കൂടെ? എന്തിനാ എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പം എന്റെ ഭർത്താവിന്റെ വീടാണിത്, ഇവിടെയാണ് ഇനി എന്റെ ജീവിതം, അതിപ്പം സുഖമോ ദുഃഖമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇവിടെ അത് നിന്ന് സഹിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ, നമ്മുടെ വിക്രമിന്റെ അച്ഛനാണെങ്കിൽ ഭക്ഷണം പോലും കൊടുക്കരുത്, അവള് ഭക്ഷണം കഴിക്കാതെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അവള് പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇവിടെ ആരും അവളുടെ കാര്യം മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വിക്രമിന്റെ അമ്മയുണ്ടല്ലോ, അവിടുത്തെ ഏടത്തിമാർക്ക് കുറച്ച് ജോലിയൊക്കെ കൊടുക്കണുണ്ട്. അപ്പൊ ഈ ജോലി കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വേദ ചെന്നിട്ട് ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ജോലി ചെയ്യാൻ തുടങ്ങും. അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരെ, അമ്മ എന്തിനാ എന്നോട് പറയാതിരിക്കുന്നത്, ഞാനും ഇവിടുത്തെ മരുമകളല്ലേ എന്ന് പറഞ്ഞ് ആ ജോലി ചെയ്യാൻ തുടങ്ങുമ്പം വിക്രമിന്റെ അച്ഛൻ വരികയും വിക്രമിന്റെ അച്ഛൻ പറയുകയാണ്, ഈ വീട്ടിൽ ഒരു ജോലി ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, ഈ വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളവരുണ്ടല്ലോ, അവർ ഈ വീട്ടിലെ ജോലി ചെയ്തോട്ടെ, പക്ഷെ ഇവൾ ഈ വീട്ടിലെ ജോലി ചെയ്യേണ്ട കാര്യമില്ല, വലിഞ്ഞു കയറി വന്നവളാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. ഇതൊക്കെ സംസാരിക്കുന്ന വേറൊന്നിനും അല്ല, ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വിക്രമിനെ അള്ളി പിടിച്ചുകൊണ്ട് തന്നെയാണ് വേദ ഇരിക്കുന്നത്. നമ്മുടെ വിക്രമാദിത്യന്റെ വേതാളം എന്ന് പറയുന്നത് പോലെ വിക്രമാദിത്യൻ എവിടെയുണ്ടോ അവിടെ നമ്മുടെ വേദയുണ്ട്, വിക്രം എവിടെയുണ്ടോ അവിടെ നമ്മുടെ വേദയുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ വേദ നിൽക്കുന്നത്.
അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേദയുടെ വീട്ടില് വേദയുടെ അനിയത്തിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. വേദയുടെ അനിയത്തിയുടെ കോളേജിൽ എല്ലാവരും വേദേനെ കുറിച്ച് പറയുകയും വേദ ഒരു ഗുണ്ടയുടെ കൂടെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വേദയുടെ അനിയത്തിക്ക് ഭയങ്കര സങ്കടം. വീട്ടിൽ വന്ന് പരാതി പറയാ. ഇത് കേട്ടപ്പോഴേ തുടങ്ങിയില്ലേ വേദയുടെ അച്ഛൻ സൂക്കേട്. വേദയുടെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത് മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് കോളേജ് മാറണം, എനിക്കിനി ആ കോളേജിൽ എനിക്ക് പറ്റില്ല, കാരണം വേറൊന്നുമല്ല, അവിടെയുള്ള എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, എന്റെ ചേച്ചി ഒരു ഗുണ്ടയുടെ കൂടെയാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കളിയാക്കൽ ഒരു കോളേജിൽ നിന്നും കേട്ടിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അച്ഛൻ പറയാണ്, മോക്ക് എന്താ ഇപ്പം വേണ്ടത്, മോളുടെ ചേച്ചി തിരിച്ചിവിടെ വരണം, ഈ പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം, അതല്ലേ മോക്ക് വേണ്ടത്, അത് നമുക്ക് ചെയ്യാം, അതിനുള്ള കാര്യങ്ങൾ ഞാനും ശ്രീകാന്തും കൂടെ റെഡിയാക്കുന്നുണ്ട്. ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ വേദയുടെ ആങ്ങളെയും കൂടെ ശരിയാക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം ചോദിക്കുന്നുണ്ട്, ഇത് എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദയുടെ അമ്മ. അപ്പം അവര് പറയുന്നുണ്ട്, ഇല്ല അത് പറയില്ല, കാരണം ഇവിടെ വേദയോട് കൂറുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്, അതായത് മുത്തശ്ശീനെ നോക്കി തന്നെയാട്ടോ പറയുന്നത്, വേദയോട് കൂറുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നമാകും, അതുകൊണ്ട് വേണ്ട, ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം, എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആരും അറിയണ്ട, ഏതായാലും വേദ ഇവിടെ വരും, അത് ഞാൻ ഉറപ്പ് തരിക മോക്ക്, ഏതായാലും മോള് കോളേജൊന്നും മാറേണ്ട കാര്യമില്ല, വേദ ഇവിടെ വരും, നമ്മുടെ വേദയുടെയും അതുപോലെ തന്നെ ദർശന്റെയും വിവാഹവും കഴിയും എന്നിങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം നമ്മുടെ ദർശനം ഉണ്ടല്ലോ എവിടെയാ ചെല്ലുന്നത്, നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ വിക്രമിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വേദ അവിടെ എപ്പോഴും ഹോളിൽ ഇരിക്കുക തന്നെയാണ്, ഒരു കസേരയെ പോലും ഇരിക്കുന്നില്ല, ഒരു ഹോളിൽ ഇരിക്കുകയാണ്. അപ്പൊ ദർശൻ ചെന്നിട്ട് മാഷേന്ന് വിളിച്ചോണ്ടാ കയറി ചെല്ലുന്നത്. അപ്പം ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറയും. അപ്പം പെട്ടെന്ന് നമ്മുടെ ദർശനെ കണ്ടുകൊണ്ട് വേദ എണീറ്റു. അപ്പം എന്താണ് താങ്കൾക്ക് ഇവിടെ കാര്യം, എന്താ ഒരു അഡ്വക്കറ്റ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഈ ഇരിക്കുന്ന വേദേനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനായിരുന്നു ഞാൻ, അതിനു മുമ്പാണ് വിക്രം ഈ ഒരു കാര്യം ചെയ്തത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രമിന്റെ അച്ഛന് വല്ലാണ്ട് അങ്ങായിപ്പോയി. വിക്രമിന്റെ അച്ഛൻ പറഞ്ഞു, ഏതായാലും വാ വന്നിരിക്കും, നിങ്ങൾ വന്നല്ലേ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ദർശൻ മാന്യമായ രീതിയിലാണ് സംസാരിക്കുന്നത് അവരോട്. വേദേനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എനിക്കറിയാം വേദയുടെ ഇപ്പോഴത്തെ അവസ്ഥ, പക്ഷെ വേദ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ നല്ലൊരു പയ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മാഷിന് ഈ ദർശനം ഇഷ്ടമായിട്ടോ. ദർശനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാലോ, ഈ വേദ ഇവിടെ വന്നതിന്റെ പുറകെ വേദയുടെ വീട്ടുകാർ കുറെ പേര് വരികയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തു, ഏതായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വന്ന് നല്ല രണ്ട് വാക്ക് സംസാരിക്കാൻ തോന്നിയല്ലോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മോനൊരു നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നല്ല മനുഷ്യനാകാൻ കാരണം വേറെ ആരുമല്ല, ഞാൻ ഇങ്ങനെ നല്ല മനുഷ്യനാകാൻ കാരണം ഈ നിൽക്കുന്ന വേദയാണെന്ന് പറയാ. അപ്പോഴത്തേക്കും മാഷ് ഞെട്ടിപ്പോട്ടെ. അപ്പൊ വേദയുടെ കുറെ നല്ല കാര്യങ്ങളും വേദയാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നും വേദ എന്നെ അതായത് അവരുടെ വിവാഹം കഴിയണമെങ്കിൽ വേദയുടെയും ദർശന്റെ വിവാഹം കഴിയണമെങ്കിൽ ഞാൻ നല്ലവനായിരിക്കണം എന്ന് വേദയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത്. വേദേനെ നിങ്ങൾക്ക് അറിയില്ല, വേദ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മാതൃകയാക്കേണ്ട ഒരു പെണ്ണ് തന്നെയാണ്, അവൾ അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ മോൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും മോൻ അറിയില്ല. കാരണം ഇവിടെ എനിക്കൊരു മകനുണ്ട്, അവനത്ര പെർഫെക്റ്റ് അല്ല, അവനാണ് ഇവളെ കഴുത്ത് മിന്നി കെട്ടിയത്. ഈ പെങ്കൊച്ചിന് എന്തിന്റെ സൂക്കേടാന്ന് എനിക്കറിയത്തില്ല. അവന്റെ ജീവിതത്തിൽ വന്നിട്ട് അവന്റെ കൂടെ കൂടി ഈ പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ തകർക്കേണ്ട കാര്യം ഒരിക്കലും ഈ പെൺകൊച്ചിനില്ല. ഞാനത് ആവുന്ന തരത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അപ്പൊ വേദ പറയുന്നുണ്ട് ദർശനോട്, ദർശൻ ഇവിടുന്ന് പൊക്കോ, എന്റെ കഴുത്തിൽ താലി ചാർത്തിയ വിക്രം തന്നെയാണ് എന്റെ ഭർത്താവ്, ഇപ്പം ദർശൻ ദേവി ഇത് പോണെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പൊക്കോളാം, ഏതായാലും നിനക്കിതാണ് സന്തോഷമെങ്കിൽ ഓക്കെ ഞാൻ പൊക്കോളാം, പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു മിസ് കോള് നീ എനിക്ക് വിടണം, ഞാൻ കാത്തിരിക്കുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മാഷിനും വിക്രമിന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബഹുമാനം തോന്നുന്നുണ്ട് ദർശനോടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വിക്രമിന്റെ വീട്ടിൽ പോലീസ് എത്തുകയാണ് കേട്ടോ. അപ്പം വിക്രമിന്റെ വീട്ടിൽ പോലീസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വേദയുടെ അച്ഛനും വേദയുടെ ആങ്ങളെയും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ വിക്രത്തിന്റെ വിവരങ്ങളൊക്കെ തിരക്കുകയും അങ്ങനെ വിക്രത്തിനെതിരെ കുറെ കേസുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ വിക്രത്തിനെതിരായിട്ട് എന്തോ കഞ്ചാവ് കേസുകളൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെ കുറെ കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് പുള്ളിക്കാരൻ തന്നെ അത് കോടതിയിലേക്ക് വിട്ട് പുള്ളിക്കാരൻ ജഡ്ജിയാണല്ലോ. അപ്പൊ ഏതായാലും പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ വിക്രമിനെ കൊണ്ട്
അല്ല പോലീസിനെ കൊണ്ട് വിക്രമിനെ പിടിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയ്ക്ക് അത് സഹിക്കില്ല. വേദ അപ്പം തിരിച്ചു വീട്ടിലേക്ക് വരും. വേദ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ അതാണ് അവരുടെ ഒരു മാസ്റ്റർ പ്ലാന്. അങ്ങനെയാണ് നമ്മുടെ വിക്രമിന്റെ വീട്ടിൽ പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയ ഉടനെ തന്നെ വിക്രമിന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു, വേദയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് എത്തിയ ഉടനെ പോലീസ് വണ്ടി കണ്ട ഉടനെ തന്നെ വിക്രമിന്റെ ഒരു ഏടത്തി ഉണ്ടല്ലോ, ഒരു കുശുമ്പേടത്തി വന്നിട്ട് ദേ പോലീസ് വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിക്രമിന്റെ അച്ഛനൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും പോലീസ് വണ്ടി വന്നു. വിക്രം എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മേഡം ഒന്നുമില്ല, വിക്രം എന്തെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ വേദ പറഞ്ഞു, അതെ എന്റെ കാര്യമായിട്ടാ ബന്ധപ്പെട്ടതെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് വിക്രമിന്റെ ഭാര്യയായിട്ടാണ്. ഒരു പ്രായപൂർത്തിയായ പെണ്ണിനും പ്രായപൂർത്തിയായ പുരുഷനും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകണം. ഇതിന്റെ പേരിൽ എനിക്ക് കേസുമായിട്ട് വരരുതെന്ന് പറഞ്ഞപ്പം അത് മേഡത്തിന്റെ കാര്യമൊന്നും അല്ല, വിക്രമിന്റെ ഒരു കേസുമായിട്ട് വന്നതാണ്. കുറച്ച് കഞ്ചാവ് കേസ് എന്തൊക്കെയോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കുറെ ഇതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രമിന്റെ അച്ഛനാണെ ഭയങ്കര സങ്കടം. വിക്രമിന്റെ അച്ഛൻ പറഞ്ഞു, ഇനി ഇവിടെ പോലീസും കൂടെ കയറാത്ത ഉണ്ടായിരുന്നുള്ളൂ, അവൻ കാരണം ഇപ്പൊ ഇവിടെ പോലീസും കൂടെ കയറിയില്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. വിക്രമിന്റെ അമ്മ ചെന്ന് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വിക്രമിനെ അവിടെ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വേദ പറയുന്നുണ്ട് കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇല്ല കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേസൊക്കെ ചുമത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ലോക്കപ്പിൽ അടയ്ക്കുന്നു. ഈ വിവരം നമ്മുടെ രാധ അറിയുന്നുണ്ട് കേട്ടോ. രാധ അറിയാലോ, ഓട്ടോ ഡ്രൈവർ. അപ്പൊ രാധ അറിഞ്ഞിട്ട് രാധ വീട്ടിലേക്ക് വരികയും എങ്ങനെയെങ്കിലും വിക്രമിനെ വെളിയിൽ ഇറക്കണം, അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഒരിക്കലും വെളിയിൽ ഇറക്കാൻ പറ്റില്ല, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവര് ജയിലിൽ കൊണ്ടുപോവുകയും പിന്നെ എന്താണെന്ന് അറിയില്ല ചെയ്യുന്നത് ഉപദ്രവിക്കുകയും ചിലപ്പോൾ കൊല്ലാൻ വരെ മടിക്കില്ല, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എങ്ങനെയെങ്കിലും ഞാനൊരു വക്കീലിനെ തയ്യാറാക്കി ഇറക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ മുന്നിട്ടിറങ്ങുകയാണ്. അപ്പൊ രാധയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രമിനെ രക്ഷിക്കണം, വിക്രമിനോടുള്ള സ്നേഹം. അപ്പൊ ഞാൻ പൈസ തരാന്നൊക്കെ പറയാണ്. രാധേന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, വക്കീലിന് മുടക്കാനുള്ള പൈസ ഞാൻ മുടക്കി ഇറക്കിക്കോളാന്ന് പറയും. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് വേദ നിൽക്കുന്നതല്ലാതെ വേദയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വേദ നേരെ വേദയുടെ അച്ഛനെ ചെന്ന് കാണുകയും അച്ഛന്റെ കാല് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കാല് പിടിക്കാന്നല്ല അച്ഛൻ ചെയ്യുന്നത് ഒരിക്കലും നീതിക്ക് ന്യായത്തിന് നിരക്കുന്ന പരിപാടിയല്ല. ഒരു ജഡ്ജിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് ഓർത്തൊരു അഭിമാനം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ നീതിമാനാണ്, എന്റെ അച്ഛൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്റെ അച്ഛൻ നല്ലൊരു ജഡ്ജിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി കുറിക്കേണ്ട ഒരു ഇത് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം അത് നീ കാരണമാണ്, ഏതായാലും വിക്രമിനെ വിടില്ല എന്ന് തന്നെ നമ്മുടെ വേദയുടെ അച്ഛൻ പറയാ. നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ വേദ അവിടെ നിന്ന് പോരുകയാണ്. ഏതായാലും ഈ ഒരു സമയം ആയിക്കോട്ടെ, നമ്മുടെ രാധ വീട്ടിൽ ചെന്നിട്ട് പൈസയൊക്കെ എടുത്തോണ്ട് നേരെ വക്കീലിനെ കാണാൻ പോകണമല്ലോ. അപ്പം പൈസയൊക്കെ എടുത്തോണ്ട് നേരെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രാധയുടെ അമ്മ സമ്മതിക്കുന്നില്ല. അങ്ങനെ പൈസയെല്ലാം ആ ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി, വിക്രം എന്ന് പറയുന്ന ആ ഒരു അലവലാതിക്ക് വേണ്ടി മുടക്കാനുള്ളതല്ല, നീ സമ്പാദിച്ച പൈസ അതും കൊണ്ട് തരില്ല എന്ന് പറഞ്ഞ് അതെടുത്ത് കൈ പിടിച്ചിട്ട് ഈ പൈസയും കൊണ്ട് നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് മണ്ണെണ്ണയൊക്കെ എടുത്ത് കൂരി തലയിൽ കൂടെയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അമ്മ ആത്മഹത്യ ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മ ഇവിടെ കിടന്ന് ചത്തോ, എനിക്ക് ഏതായാലും എന്റെ വിക്രേട്ടനെ രക്ഷിച്ചേ പറ്റൂ, എന്നെ കല്യാണം കഴിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ എന്റെ ഭർത്താവായിട്ട് കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ പെട്ടെന്ന് നമ്മുടെ രാധയുടെ അമ്മ തട്ടിപ്പറിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, ഈ പൈസ ഞാനും കൂടി ചാകുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ അമ്മ കളിക്കാതെ പൈസ തരാൻ പറയുന്നുണ്ട്. പക്ഷെ അമ്മ പൈസ കൊടുക്കുന്നില്ല. നീ അങ്ങനെ വിക്രമിന്റെ പുറകെ പോയി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ നമ്മുടെ രാധ ഒരു തീരുമാനം എടുക്കുന്നു. എനിക്കൊരു ഓട്ടോ ഉണ്ടല്ലോ, അത് വിൽക്കാൻ ആരുടെയും അധികാരവും അവകാശം ഒന്നും വേണ്ടല്ലോ, അതെന്റെ അല്ലേ, അത് ഞാൻ വിറ്റോളാന്ന് പറഞ്ഞ് ഓട്ടോ വിൽക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പൊ രാധ രണ്ടും കൽപ്പിച്ച് നിൽക്കുക, എങ്ങനെയും വിക്രത്തിനെ രക്ഷിക്കണം എന്ന് തന്നെയാണ്. ഇതേ സമയം ആയിക്കോട്ടെ, വിക്രത്തിനെ രക്ഷിക്കണമെങ്കിൽ ഒരു വക്കീൽ വേണമല്ലോ. അപ്പൊ വക്കീലെ കിട്ടാതെ പറ്റത്തുമില്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വേദയ്ക്ക് പിന്നെ വേറെ ഒന്നുമല്ല, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കുക. നമ്മുടെ ദർശൻ വക്കീലാണല്ലോ വേദനെ വിവാഹം കഴിക്കാനിരുന്ന പയ്യന്. അപ്പൊ ദർശനെ പോയി കാണുകയും അങ്ങനെ ദർശനെ കൊണ്ടാണ് ഈ ഒരു കേസ് വാദിച്ച് ജയിക്കുകയും നമ്മുടെ വിക്രമിനെ വെളിയിൽ ഇറക്കുകയും ചെയ്യുന്നത്. ദർശൻ കട്ട സപ്പോർട്ടായിട്ടും നമ്മുടെ വേദയുടെ കൂടെ നിൽപ്പുണ്ട്. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിക്രമിനേക്കാൾ കൂടുതൽ ദർശനോട് സ്നേഹം തോന്നിപ്പോകും ആ ഒരു രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം തന്നെ ചതിച്ച പോലെ തന്നെയാണ് നമ്മുടെ വേദ ചെയ്തിരിക്കുന്നത് ദർശനോട്. പക്ഷെ ദർശന് വേദന അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് വേദ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പയ്യനായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു വിശേഷം നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ ഇനി ഉള്ള ആ ഒരു സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. അതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.